എനിക്ക് തോന്നിയിരുന്നു കേട്ടോ, ആ ചേട്ടനാണ് ജയിപ്പിക്കാൻ ഇന്നത്തെ ഉത്തരവാദിത്തം. ഒരു റണ്ണോടെ മതിയായിരുന്നു, പുള്ളി നോൺ സ്ട്രൈക്കിങ്ങിലായിരുന്നു, പുള്ളിക്കാണ് ഇന്ന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം. ഇന്ന് ഫിസാറ്റ് നടന്ന എസ്കോറിന്റെ യൂണിറ്റി കപ്പ് ഫൈനൽസിൽ നിന്നുള്ള മൊമെന്റ്സ് ആണ് കേട്ടോ ഇത് അമൂർ ഫാൽക്കൺസിന്റെ ആനന്ദാണ്. ഫൈനൽസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ബൗണ്ടറി ലൈനിൽ നിന്നുള്ള ഇത്രയും പേസിൽ ഒന്നൊരു ത്രോ ഷോൾഡറെ കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ടീമിനെ പക്ഷേ ജയിച്ചേ പറ്റുള്ളൂ. ഫൈനലാണ്, കിഡിലും കുറേ ഷോട്ടുകൾ കേട്ടോ. കുറച്ച് വിക്കറ്റുകൾ പോയതുകൊണ്ടായിരിക്കാം പുള്ളി ഒരു പക്ഷേ തിരിച്ചുപോയി റെസ്റ്റ് എടുക്കാതെ കപ്പടിച്ചിട്ട് തിരിച്ചു പോയത്. അത്ര മനോഹരമായ ഷോട്ടുകൾ. പുള്ളിയുടെ പാഷൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനൊരു അത്രയും പെയിനിൽ നിന്നുകൊണ്ടാണ് പുള്ളി ഫുള്ള് കളിച്ചത്. കാരണം ആ ഷോൾഡറിൽ അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ട് ഇങ്ങനെയുള്ള ലോഫ്റ്റഡ് ഷോട്ടുകൾ എടുക്കുക എത്ര ബുദ്ധിമുട്ടാകുന്ന ഒരു ബാറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്രയും പാഷനേറ്റായിട്ട് ക്രിക്കറ്റിനെ ഇത്രയും മനോഹരമായി സ്നേഹിക്കുന്ന എത്ര പേരുണ്ടാവില്ല നമ്മുടെ ചുറ്റും. പുള്ളി ഷോൾഡർ വയ്യാണ്ടായിട്ടും ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ടീം അംഗങ്ങളോട് പറഞ്ഞ് ബാറ്റിംഗ് തുടങ്ങിയ കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത്. സോ ഇതുപോലെ ക്രിക്കറ്റ് കളിയിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും അമേസ് എന്ന ക്രിക്കറ്റ് അസോസിയേഷനും എസ്കോർ പോലുള്ള ക്ലബ്ബുകൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. മുന്നോട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും ഇതുപോലുള്ള ക്ലബ്ബുകൾ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ ഒന്നും ഉണ്ടാവില്ല അസോസിയേഷന് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഗ്രൗണ്ട് ഫീ കൊടുത്ത് നിങ്ങൾക്ക് കളിക്കാം, ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യാം. സോ മുന്നോട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്. സോ അടുത്ത വീഡിയോസിൽ കാണാം.